അതെ, അർമേനിയയിൽ ഞാൻ ചെയ്യാത്ത ജോലികളില്ല. ഇവിടെ എന്ത് ജോലി കിട്ടിയാലും ആ ജോലിക്കെല്ലാം ദിവസവും പോകുന്നുണ്ട്. നമ്മൾ മറ്റൊരു രാജ്യത്തേക്ക് വരുന്നത് ജോലി ചെയ്യാനാണ്. അതുകൊണ്ട് തന്നെ വാട്സപ്പിൽ സ്ഥിരമായി വരുന്ന ജോബ് വേക്കൻസിയിൽ എന്ത് ജോലിയാണെന്ന് ഞാൻ ആദ്യമേ നോക്കാറില്ല. അങ്ങനെ ഇന്ന് കിട്ടിയ ജോലിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കളിലൊന്നായ ടെസ്ലയിലെ ജോലി. രാവിലെ തന്നെ അവർ തന്ന ലൊക്കേഷനിലെത്തി. ഇന്നത്തെ എൻ്റെ ജോലി എന്ന് പറയുന്നത് ടെസ്ലയുടെ എല്ലാ ചാർജിങ് സ്റ്റേഷനുകളും വൃത്തിയാക്കുക എന്നുള്ളതാണ്. ആകെ മൊത്തം 14 സൂപ്പർ ചാർജിങ് സ്റ്റേഷനുകളാണ് ഇവിടെ ഉള്ളത്. ഓരോ ചാർജിങ് പോയിന്റുകളിലേക്കുള്ള യാത്രയും ഈ ടെസ്ല കാറിൽ തന്നെ. അങ്ങനെ നമുക്ക് ജോലിക്ക് ആവശ്യമായുള്ള സാധനങ്ങളൊക്കെ എടുത്ത് ജീവിതത്തിൽ ഇതുവരെ കയറിയിട്ടില്ലാത്ത ഈ കാറിൽ നമ്മൾ ജോലിക്കായി യാത്ര തുടർന്നു. നമ്മുടെ ജോലി സമയം എന്നത് എത്ര വേഗത്തിൽ നമ്മൾ ജോലി ചെയ്യുന്നോ അത്രയും വേഗത്തിൽ നമുക്ക് തിരിച്ച് റൂമിലേക്ക് പോകാം. അതുകൊണ്ടായിരിക്കണം കാറിന് കുറച്ചധികം സ്പീഡ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആദ്യത്തെ ചാർജിങ് സ്റ്റേഷനിലെത്തി. ഇവിടെ എത്തിയപ്പോൾ തന്നെ 2 വാഹനങ്ങൾ ചാർജ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ ടെസ്ല മാത്രമല്ല, എല്ലാ ഇലക്ട്രിക് വാഹനങ്ങളും ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ ഞങ്ങളുടെ ജോലി തുടങ്ങി. അവർ തരുന്ന ലിക്വിഡ് ഉപയോഗിച്ച് നമ്മൾ ഈ മെഷീനുകളെല്ലാം തുടയ്ക്കുക. ക്ലീനിങ് ലിക്വിഡ് സ്പ്രേ ചെയ്ത് ഈ കേബിളും പിന്നെ മാർക്ക് ചെയ്തിട്ടുള്ള ചെറിയൊരു സ്ഥലപരിധിയിൽ നമ്മൾ ചൂലുപയോഗിച്ച് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കുക. ഒരു ചാർജിങ് സ്റ്റേഷൻ ക്ലീൻ ചെയ്യാനായിട്ട് നമ്മൾ 10 മിനിറ്റാണ് മാക്സിമം എടുക്കുന്നത്. ഇവിടെ കാറുകൾ ചാർജ് ചെയ്യാനായി കിടപ്പുണ്ടെങ്കിൽ ഇത്ര സമയം പോലും നമുക്ക് ആവശ്യമായി വേണ്ടി വരില്ല. ടെസ്ലയുടെ സൂപ്പർ ചാർജിങ് സ്റ്റേഷനുകൾ വളരെ വേഗത്തിലാണ് കാറുകൾ ചാർജ് ചെയ്യാനായി സഹായിക്കുന്നത്. വെറും 30 മിനിറ്റ് ചാർജ് ചെയ്താൽ 200 മൈൽ വരെയാണ് സഞ്ചരിക്കാനാവുക. അങ്ങനെ വളരെ വേഗം തന്നെ നമ്മൾ 3ാമത്തെ ചാർജിങ് പോയിന്റിലെത്തി. പക്ഷേ ഓരോ പോയിന്റിലും എത്താനായിട്ട് ഒരുപാട് സമയം വേണ്ടി വന്നു. അതിൻ്റെ പ്രധാന കാരണം ഇവിടുത്തെ ട്രാഫിക് തന്നെയാണ്. ചാർജിങ് സ്റ്റേഷനുകൾ തമ്മിൽ ഒരുപാട് ദൂരമില്ലെങ്കിലും ഇവിടുത്തെ ട്രാഫിക് കാരണം നമുക്ക് 1 മണിക്കൂർ കുറഞ്ഞത് വേണ്ടി വന്നു ഓരോ ചാർജിങ് പോയിന്റിലേക്കും എത്താനായി. ചില സ്റ്റേഷനുകളിൽ എത്തുമ്പോൾ ഓൾറെഡി അത് വൃത്തിയായി തന്നെ കിടക്കുമായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഒരു പണിയുമില്ലാതെ എളുപ്പത്തിൽ തീർക്കാൻ സാധിച്ചു. അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്ക് 1 മണിയായപ്പോൾ തന്നെ ഏകദേശം 9-10 ചാർജിങ് സ്റ്റേഷനുകൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിരുന്നു. ഈ രാജ്യത്ത് ചൂടധികം ഇല്ലാത്തതിനാൽ പുറത്തെ ജോലികൾ നമ്മൾ ചെയ്യുമ്പോൾ അതികഠിനമായി തോന്നുകയില്ല. അർമേനിയയിൽ നമ്മൾ എന്ത് ജോലി ചെയ്താലും ലഭിക്കുന്ന ശമ്പളം വളരെ കുറവാണ്. എത്ര കഠിനമായ ജോലി ചെയ്താലും നമുക്ക് ഒരു ദിവസം ലഭിക്കുന്ന ശമ്പളം എന്ന് പറയുന്നത് 2000 അല്ലെങ്കിൽ 2100 INR മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇത്ര എളുപ്പമുള്ള ജോലിക്ക് 1500 താഴെ മാത്രമായിരുന്നു എൻ്റെ പ്രതീക്ഷ. തണുപ്പുള്ളൊരു രാജ്യമായതിനാൽ സിഗരറ്റ് വലിക്കുന്നതിൽ ഇവിടെയുള്ള ആളുകൾ മുൻപിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ കാണപ്പെട്ടതും ഈ സിഗരറ്റ് കുറ്റികൾ തന്നെ. വേസ്റ്റ് അധികം ഇല്ലെങ്കിൽ പോലും അവിടെ ക്യാമറ ഉള്ളതുകൊണ്ട് നമ്മൾ 5 മിനിറ്റോളം അവിടെ ക്ലീൻ ചെയ്തുകൊണ്ടേയിരുന്നു. 3 മണിയൊക്കെ ആയപ്പോൾ തന്നെ നമ്മുടെ ജോലി ഏകദേശം പൂർത്തിയായി. ഈ ജോലിക്ക് വന്നതിൽ ഒരു ബെനിഫിറ്റായിട്ട് എനിക്ക് തോന്നിയത് യെരവാൻ സിറ്റി പൂർണ്ണമായും ചുറ്റിക്കറങ്ങാനും കാഴ്ചകൾ കാണാനും ഫ്രീ ആയി സാധിച്ചു എന്നുള്ളതാണ്. 4 മണിയായപ്പോൾ ഇവിടുത്തെ ജോലി കഴിഞ്ഞെങ്കിലും റൂമിലെത്തിയപ്പോൾ ട്രാഫിക് കാരണം 5 മണിയായി. നമുക്ക് കിട്ടിയ സാലറി 6500 ഡ്രംസാണ്. സത്യം പറഞ്ഞാൽ ഇത് വളരെ കുറവ് തന്നെയാണ്. അർമേനിയയിൽ നമ്മൾ എന്ത് ജോലി ചെയ്താലും മിനിമം സാലറിയായി ലഭിക്കുന്നത് 6000 ഡ്രംസാണ്. രാവിലെ ഇവർ തന്നെ റൂമിൽ വന്ന് പിക്ക് ചെയ്യുകയും ജോലി കഴിഞ്ഞ് വൈകുന്നേരം ഇവർ തന്നെ റൂമിലേക്ക് കൊണ്ടാക്കുകയും ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ചിലവ് അധികമില്ല. അതുകൊണ്ട് ഏകദേശം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാം എന്നുള്ളതേ ഉള്ളൂ. ഈ ജോലി സ്ഥിരമായി ചെയ്താൽ നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റ് ജോലികൾ ഇല്ലാതിരിക്കുന്ന ടൈമിൽ ഈ ജോലിയുടെ ഒഴിവ് വരികയാണെങ്കിൽ മാത്രം ചെയ്തു പോകാം എന്നുള്ളതേ ഉള്ളൂ. അർമേനിയയിലെ വ്യത്യസ്തമായ ജോലികൾ കാണാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക.